തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടുണ്ടായത് യുഡിഎഫിന്റെ തേരോട്ടം. ജില്ലാ പഞ്ചായത്ത് ഭരണവും ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളുടെ ഭരണവും യുഡിഎഫിന് ലഭിച്ചു. ഇതുവരെ യുഡിഎഫിന് പ്രവേശനമില്ലാതിരുന്ന പഞ്ചായത്തുകൾ വരെ നിലം പൊത്തി. വടകര മേഖലയിൽ എൽഡിഎഫിന്റെ കുത്തക ജില്ലാ പഞ്ചായത്തുകൾ അടക്കം യുഡിഎഫിലേക്ക് വന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായി യുഡിഎഫിന് ഭരണം ലഭിച്ചു. ആകെയുള്ള 70 പഞ്ചായത്തുകളിൽ 40ഉം യുഡിഎഫിന്റെ കൈകളിലേക്ക്. വിജയത്തോളം പോകുന്ന കോർപ്പറേഷനിലെ മുന്നേറ്റം. കോഴിക്കോട് ജില്ലയിൽ യുഡിഎഫ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു വോട്ടർമാർ നൽകിയത്. MLA-മാരുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, പഞ്ചായത്തുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അൺകണ്ടീഷണൽ സപ്പോർട്ട് കോഴിക്കോട്ട് CPM-ന് കൊടുത്ത ജനങ്ങൾ ആ സപ്പോർട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ച് കോഴിക്കോട്ടെ ജനത എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് അത് വളരെ പ്രോഗ്രസീവാണ്, വളരെ പോസിറ്റീവാണ്. 50 വർഷമായി LDF ഭരണത്തിലായിരുന്ന ബാലുശ്ശേരി പഞ്ചായത്ത്, പതിറ്റാണ്ടുകളായി ഇടതുകോട്ടയായിരുന്ന കാക്കൂർ, പേരാമ്പ്ര, ചക്കിട്ടപ്പാറ തുടങ്ങി നിരവധി പഞ്ചായത്തുകളാണ് അടിപതറിയത്. വടകര, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ഒപ്പത്തിനൊപ്പം എത്തിയത് LDFിന് ആഘാതമായി. ഉറച്ച കോട്ടയെന്ന് കരുതിയിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായ മേപ്പയൂരും ഉള്ളേരിയും ഉൾപ്പെടെ UDF പക്ഷത്തേക്ക് പോയി. അഴിയൂർ, വാണിമേൽ പഞ്ചായത്തുകൾ UDFിൽ നിന്ന് പിടിച്ചെടുക്കാനായത് മാത്രമാണ് LDFിന് ഈ മേഖലയിൽ ആശ്വാസം നൽകുന്നത്. വാർഡ് വിഭജനത്തിലെ പ്രതികൂലാവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ കോർപ്പറേഷനിൽ UDF ഭരണം ഉറപ്പായിരുന്നുവെന്ന് നേതാക്കൾ പറയുന്നു. കൊയിലാണ്ടി, വടകര, മുക്കം മുനിസിപ്പാലിറ്റി നിലനിർത്തിയതും LDFിന് ആശ്വാസമായി. CPM ശക്തമായ പോരാട്ടം നടത്തിയിട്ടും ഒഞ്ചിയവും ഏറാമലയും നിലനിർത്താനായത് RMPക്കും ആശ്വാസമാണ്. അഴിയൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടെങ്കിലും അഴിയൂർ ഡിവിഷനിൽ നിന്ന് ആദ്യമായി ജില്ലാ പഞ്ചായത്തിലേക്ക് RMP എത്തി. വെൽഫെയർ പാർട്ടി വിവാദം CPM സജീവ ചർച്ചയാക്കിയിട്ടും മുക്കം മുനിസിപ്പാലിറ്റിയിലെ 4 സീറ്റടക്കം മികച്ച പ്രകടനം ജില്ലയിൽ കാഴ്ചവെക്കാൻ വെൽഫെയർ പാർട്ടിക്കും കഴിഞ്ഞു. ഈ മുന്നേറ്റത്തെ നിയമസഭാ സീറ്റുകളിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന വെല്ലുവിളിയാകും ജില്ലയിൽ ഇനി UDFിനുണ്ടാവുക. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.